അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്ന മാതൃകയുണ്ട്. അലൈക്കും ബഗസ്ലി സിയാം. കുടുംബജീവിതത്തിന്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വസ്ത്രം കഴുകി വൃത്തിയായി ഉപയോഗിക്കുക. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് പറഞ്ഞത് വത്തംശീത്ത്, മുടി ചീകി ഒതുക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്. വീണ്ടും പറയുന്നു തൻളീബിൽ ഫമ, വായി പല്ല് തേക്കണം. സാരമായ കാര്യമാണ്. ദാമ്പത്യ ജീവിതത്തിന്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വസ്ത്രം വൃത്തിയായി കഴുകി സൂക്ഷിക്കണം. അത് ഭാര്യയായാലും ഭർത്താവായാലും രണ്ടുപേർക്കുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മുടി ചീകി ഒതുക്കണം. മുടി അലിച്ചു വാരിയിട്ട് മുടിയും ചീകാതെ ഭർത്താവിന്റെ മുന്നിൽ പോയ ഭർത്താവിന് ഇഷ്ടപ്പെടുവോ? വലിച്ചെറിയത്തില്ലേ? സുബ്ഹാനല്ലാഹ്. ഇനി ഭാര്യയുടെ മുന്നിൽ മുടിയും ചെയ്യില്ല, വിയർപ്പിന്റെ മണവുമായി പോയാൽ അവർക്ക് സഹിക്കാൻ കഴിയുമോ? ദാമ്പത്യത്തിന്റെ നല്ല നല്ല നിമിഷങ്ങളിൽ അവളോടൊത്ത് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവളോടൊപ്പം വിയർപ്പിന്റെ ദുർഗന്ധമായി പോയാൽ പ്രവാചകരുടെ സുന്നത്തിനെതിരാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു തംശീദ്, മുടി ചീകി ഒതുക്കണം, പല്ല് വൃത്തിയായി തേച്ചുപയോഗിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകർ ഏത് യാത്ര കഴിഞ്ഞ് വന്നാലും അവിടുത്തെ തിരുദൂതന മിസ്വാക്ക് ഉപയോഗിച്ച് ദന്തശുദ്ധീകരണം നടത്തുമായിരുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ടല്ലേ ദന്തിസ്റ്റിന് ഡോക്ടർമാർ പറയുന്നത് നിങ്ങളുടെ പല്ലുകൾ എപ്പോഴും വൃത്തിയോടുകൂടി സൂക്ഷിക്കണമെന്ന്. അവരെപ്പോഴും അവരുടെ പല്ലുകൾ ദന്തശുദ്ധീകരണം നടത്തുകയാണ്. പ്രിയപ്പെട്ടവർ, എന്തിനു വേണ്ടിയാണ് ഒരു മനുഷ്യന്റെ അഭിമാനം, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ പ്രധാന പടി എന്നുള്ളത് ദന്തശുദ്ധീകരണം. ഒരു ദാമ്പത്യത്തിന്റെ പരാജയത്തിന്റെ പ്രധാന കാരണം സൂക്ഷിക്കാത്തതിന്റെ പേരിലാണ്. പിന്നെ അസുഖത്തിന്റെ പേരിലൊക്കെ കേടുപാടുകൾ സംഭവിക്കാം. പക്ഷേ ഇത് വളരെ അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്ന ദാമ്പത്യ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പടിയാണ്. ആയിഷ